ഇതാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ട റൂട്ട്. 80 കിലോമീറ്ററിനപ്പുറം ഞാനുണ്ടാവും. 1.5 മണിക്കൂറാണ് നിങ്ങളുടെ റണ്ണിംഗ് ടൈം. പരമാവധി സ്പീഡ് എടുക്കാം, എന്നാൽ റിസ്ക് എടുക്കുകയും അരുത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എനി ഡൗട്ട്? ക്ലിയർ? ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. മദൻ സാബ്, ഇത് വെച്ചോളൂ. എന്ത് പ്രോബ്ലം ഉണ്ടായാലും എന്നെ വിവരം അറിയിക്കും. ഐ വിൽ ബി ഇൻ ദ അദർ എൻഡ്. ഓക്കേ സർ. ഗോപകുമാർ. യെസ് സർ. യു കം ഹിയർ. രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ? യെസ് സർ. യു കം വിത്ത് മീ ഇൻ ദ ജീപ്പ്. റെഡി? അബ്ദുൽ സലാം, ഗണേഷ്, ആന്റണി, ഋഷി, come. ആന്റണി, എന്ത് പറ്റി? വരുന്ന പറ്റിയോ? വരുന്ന പറ്റിയോ? ആന്റണി, വല്ലതും പറ്റിയാ? നോ പ്രോബ്ലം. ക്യാരി ഓൺ, ക്യാരി ഓൺ. എന്നാ ഞങ്ങൾ പോവാ. ആ, ഋഷി, ഇതെന്തോ മയക്കമരുന്നുകളാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ എന്റെ കിറ്റിൽ വന്നു? നമ്മളെല്ലാം കരുവാക്കി ആരോ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അല്ല, ഇത് മയക്കുമരുന്നാണോ? ആര് വെച്ചെന്ന് ആർക്കറിയാം. ഏതായാലും റിപ്പോർട്ട് ചെയ്യാൻ പോകണ്ട, നമുക്കിത് കളഞ്ഞേക്കാം. നിക്കു ജോസ്, നമുക്കിത് നായർ സാബിനോട് റിപ്പോർട്ട് ചെയ്യണം. വയർലെസ് എടുക്കും. ആന്റണി, വേണ്ട. ക്യാമ്പിൽ കിടന്ന ബൈക്കിനുള്ളിൽ വെച്ചവൻ നിസാരനല്ല. ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുങ്ങുന്ന നമ്മളായിരിക്കും. വിടാ, നിങ്ങൾക്ക് എന്താ ഇതില്? ആന്റണി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഋഷി, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാ. ഇത് റിപ്പോർട്ട് ചെയ്യരുത്. എത്ര പണം വേണമെങ്കിലും തരാം.
ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ ഇല്ല, ഞാനതിന് കൂട്ടു നിൽക്കില്ല. എന്നാ നമുക്ക് കളഞ്ഞേക്കാം. റിപ്പോർട്ട് ചെയ്യരുത്. നായർ സാബ് ഇതറിഞ്ഞാ ഞങ്ങളെ കൊന്നുകളയും. അയ്യോ, നായർ സാബ് വരുന്നു. ആന്റണി, നീ ഞങ്ങളെ ചതിക്കൂ. പ്ലീസ് ആന്റണി, ചതിക്കരുത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ കുഴപ്പമൊന്നും? ആന്റണിയുടെ ബൈക്കിന്റെ ബ്രേക്ക് പോയി, ഇവിടെ വീണു. ബ്രേക്കില്ല. ഞാൻ തന്നെ ഇന്നലെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താണല്ലോ. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? തനിക്കെന്ത് പറ്റി? തന്റെ വെളച്ചിലൊന്നും എന്നോട് വേണ്ട. കയറാൻ. ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി താൻ ചത്തുപോയാൽ തന്റെ ഡെഡ് ബോഡി ഞാൻ നാട്ടിലെത്തിച്ചോളാം. കയറ്. പോണം. ഗോപ, എന്താണ്? ഗോപൻ, പ്രൊസീഡ് മാൻ. ഗോപകുമാർ, come along. Proceed. കുമാറിനെ വിളിക്കേ. ഹലോ, കുമാർ ഹിയർ. യെസ്, കുമാർ. കുമാർ, ആകെ കുഴപ്പമായി. ആന്റണി ഡ്രഗ്സ് കണ്ടു. അവനെ വിശ്വസിക്കാൻ വയ്യ. അവൻ നമ്മളെ ചതിക്കും. ഓ, ആന്റണി. ഞാൻ നോക്കിക്കോളാം. ആന്റണിയുടെ ചോദിച്ച കേട്ടില്ലേ? ഒന്ന് രണ്ടിടത്ത് വെച്ച് ബ്രേക്ക് ട്രബിൾ വന്നിരുന്നു. വയർലെസ് ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? സാറ് വഴക്ക് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച. കുറെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോ അവൻ തന്നെ എന്തോ റിപ്പയർ ചെയ്ത് ഓടിച്ചു. പിന്നെ ഞങ്ങളെ കടന്ന് പോകുന്നതാ. നിങ്ങൾക്ക് എവിടെ വെച്ച ആന്റണി മിസ്സായത്? ആന്റണിയുടെ വണ്ടി സ്കിട്ട് ചെയ്ത് വഴി കിടക്കുന്നത് ഞങ്ങൾ കണ്ട് വണ്ടി നിർത്തിയതാ. കുഴപ്പമൊന്നുമില്ലെന്ന് ഇവര് പറഞ്ഞു. അതല്ലേ ഞങ്ങൾ ഇങ്ങ് വിട്ടു പോകുന്നത്. അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.